പോയ വാരത്തിൽ മിന്നുന്ന ഫോമിലെത്തിയ ഒരു മന്ത്രിയുണ്ട്. സുരേന്ദ്രൻ പിള്ളയുടെ വരവോടെയാണോ എന്തോ ദിവാകരൻ മന്ത്രി ആകെയൊന്ന് ആവേശം കൊണ്ടിരിക്കുന്നു. വില എത്ര കൂടിയാലും മദ്യം വാങ്ങാൻ മണിക്കൂറുകൾ അച്ചടക്കത്തോടെ വരി നിൽക്കുന്നവർക്ക് മാവേലി സ്റ്റോറിന് മുന്നിൽ 10 മിനിറ്റ് നിൽക്കാൻ മടി എന്തിന്? വിലക്കയറ്റത്തെ കുറിച്ച് നിങ്ങൾ ഒരുപാട് എഴുതുന്നുണ്ട്. 4 കൊല്ലത്തിന് മുമ്പ് ഒരു പൈന്റിന്റെ വില 60 രൂപയായിരുന്നു. 280 രൂപയാണ് ഇപ്പൊ അതിന്റെ വില. ഒരാൾ എഴുതുന്നുണ്ട്. ഇനി കൃത്യമായിട്ട് ഞാൻ എല്ലാത്തിന്റെ വില നോക്കുന്നവനാ. ഉപ്പ് തൊട്ട് കർപ്പൂര വില നോക്കും. അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്ന വില എനിക്ക് അറിഞ്ഞൂടെ. തന്നെ ഇത് കഴിക്കണ ആളിലെന്ന് പറയല്ലേ സാറേ, ഒരു നിവർത്തിയില്ല സാറേ, ഭയങ്കര വില കയറ്റാണ്. സപ്ലൈ കൊടുക്കാൻ വില കുറച്ച് സബ്സിഡിയിൽ കൊടുക്കാൻ. ഇനി സബ്സിഡി കൊടുക്കാനാണ് പറയുന്നത്. അവിടെ വല്ല കുഴപ്പമുണ്ടോ? ഇവിടെ മാവേലി സ്റ്റോറിൽ പോയി സാർ 1 മണിക്കൂർ നിന്നിട്ട് ഒന്നും കിട്ടിയില്ല എന്താണ്? അങ്ങോട്ട് നോക്കാടെ, അങ്ങോട്ട് വീട്ടിൽ പോകാൻ നേരത്ത് നോക്ക്, നിശബ്ദമായി ഉറുമ്പ് നിൽക്കും പോലെ ഒരനക്കമില്ല. ആരെങ്കിലും അടുത്ത് ചെന്നാല് സാർ കാരണം സാർ വലിയ സഹകരണമാണ്. അവൻ ഉടനെ സ്ഥലം ഉണ്ടാക്കി തരാണ്. ഇതൊക്കെ നിങ്ങൾ കാണാതെ കാണുമ്പോൾ കണ്ണടച്ച് നടക്കുകയാണ്. കഴിഞ്ഞ 4 മാസം കൊണ്ട് 2091 കോടിയുടെ മദ്യം വിറ്റ് കേരളത്തെ 1ാം സ്ഥാനത്തെത്തിച്ച സർക്കാരിന്റെ മന്ത്രിക്ക് അഭിമാനിക്കാൻ വകയുണ്ട്. എന്നാലും അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഒന്നിച്ചു നിൽക്കണം. നമ്മളെല്ലാവരും കൂടി ആലോചിക്കേണ്ട ഒരു വലിയ സാമൂഹ്യ ദുരന്തത്തിലേക്ക് നമ്മൾ പോവാം. വലിയൊരു വിഷയം എല്ലാ പാർട്ടിയെയും ബാധിക്കാൻ പോവാം. ഒരു ധാർമ്മിക ബോധമുള്ള കുടുംബങ്ങളെയും ബാധിക്കാൻ പോവാം. കുടി കൂട്ടാനോ നിർത്താനോ ഒന്നിക്കേണ്ടത് എന്നാണ് സംശയം. സർക്കാരിന്റെ നടപടി നോക്കിയാൽ കൂട്ടാനാണ് ഉത്സാഹം. നാട്ടുകാരെല്ലാം കിറുങ്ങി നടന്നാൽ അത്രയും നല്ലത്. ആര് എത്ര കിറുങ്ങി നടന്നാലും അമ്പലത്തിലോ പള്ളിയിലോ കയറി ഒരു നുള്ളും മണ്ണ് വാരിയിടാൻ ഈ സർക്കാർ അനുവദിക്കില്ല. അത് കട്ടായം. ഞങ്ങളുടെ കാലത്താണ് ഈ കേരളത്തിലെ എല്ലാ അമ്പലങ്ങളും, എല്ലാ പള്ളികളും, എല്ലാ ആരാധനാലയങ്ങളും ഒരു തരി മണ്ണ് വീഴാതെ, ഒരു അനിഷ്ട സംഭവമില്ലാതെ കാത്തു സൂക്ഷിക്കുന്നത് ഞങ്ങളാണ്. ഞങ്ങളെ പറ്റി നിരക്ഷരവാദികളാണ്, കമ്മ്യൂണിസ്റ്റുകാരാണ്, ഇവനൊന്നും അടുപ്പിക്കാൻ കൊള്ളില്ല, അമ്പലത്തിൽ കയറ്റത്. അതൊക്കെ ആളുകളുടെ വ്യക്തിപരമായ വിശ്വാസങ്ങളാണ്. വിശ്വസിക്കാൻ അവകാശമുള്ളതുപോലെ തന്നെ വിശ്വസിക്കാതിരിക്കാനും നമ്മുടെ ഭരണഘടനയിൽ അവകാശമുണ്ട്. ഭാര്യമാർക്ക് നന്ദി. ഈ കടുത്ത നിരീശ്വരവാദികളെ ഇങ്ങനെ മെരുക്കിയെടുക്കുന്നുണ്ടല്ലോ. എത്ര സംരക്ഷണം നൽകിയാലും പിന്നെയും ചിലർ കയറി രാഷ്ട്രീയത്തിൽ ഇടപെടുന്നതിലാണ് വല്യേട്ടന് പരിഭവം. കൈയിട്ട് വാരലൊക്കെ ആർക്കും വിട്ടുകൊടുക്കാനാവില്ലെന്നാവാം. പൊന്നുരുക്കുന്നിടത്ത് വിശ്വാസിക്ക് എന്ത് കാര്യമല്ലേ? എല്ലാ നഗരങ്ങളെയും പോലെ കോഴിക്കോടിനും ഒരു കുപ്പത്തൊട്ടിയുണ്ട്, ഞെളിയമ്പറമ്പ്. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഇവിടെ നിന്ന് വീണ്ടും പ്രതിഷേധവും നിസ്സഹായരുടെ നിലവിളികളും ഉയരുകയാണ്. കോർപ്പറേഷന്റെ മാലിന്യവണ്ടി തടഞ്ഞ് ഇവർ വീണ്ടും അധികാരികളുടെ കോപത്തിന് ഇരയായി. കോഴിക്കോട് ചെറുവണ്ണൂർ നല്ലളം പഞ്ചായത്തിലെ ഞെളിയൻപറമ്പിലെ മാലിന്യ നിക്ഷേപത്തിനെതിരെ കഴിഞ്ഞ 40 വർഷമായി ജനങ്ങൾ ഉയർത്തുന്ന എതിർപ്പിന്റെ ക്ലൈമാക്സാണിത്. കുപ്പത്തൊട്ടിയാകാൻ വിധിക്കപ്പെട്ട ഞെളിയൻപറമ്പിന്റെ പരിസരവാസികൾക്ക് ഈച്ച, നായ, കുറുക്കൻ ഇവയുടെ ശല്യവും അസഹനീയമായ നാറ്റവും കൊണ്ട് പൊറുതിമുട്ടിയതോടെയാണ് സ്ത്രീകളും കുട്ടികളും ഒന്നടങ്കം കോർപ്പറേഷന്റെ മാലിന്യ നിക്ഷേപത്തിനെതിരെ ഉപരോധത്തിനിറങ്ങിയത്. ഞെളിയൻപറമ്പിലെ മാലിന്യ നിക്ഷേപ കേന്ദ്രം അടച്ചുപൂട്ടുന്നതുവരെ ബഹുജന സമരം തുടരുമെന്ന മുദ്രാവാക്യവുമായി എത്തിയ സമരക്കാരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തു നീക്കുകയായിരുന്നു. സോളിഡാരിറ്റിയുടെ പിന്തുണയോടെയാണ് ജനകീയ സമരസമിതിയുടെ ഉപരോധം. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയവരെ വാനിൽ കുത്തിനിറച്ചതോടെയാണ് സമരക്കാർ അക്രമാസക്തരായത്. 30ഓളം സ്ത്രീ സമരക്കാരെ അറസ്റ്റ് ചെയ്തു നീക്കാനെത്തിയത് 3 വനിതാ പോലീസുകാർ മാത്രമെന്ന് ചൂണ്ടിക്കാട്ടിയും സമരക്കാർ പ്രകോപിതരായി. പ്രക്ഷുബ്ധരായ സമരക്കാരെ മുഴുവൻ അറസ്റ്റ് ചെയ്ത് നീക്കിയതിനു ശേഷം കോർപ്പറേഷന്റെ വണ്ടികൾ പഴയപടി ഞെളിയൻപറമ്പിലേക്ക് മാലിന്യവുമായി എത്തി. സമരസമിതിയുടെ പന്തൽ പൊളിച്ചുമാറ്റുകയും കസേരകൾ പിടിച്ചെടുക്കുകയും ചെയ്ത പോലീസിന്റെ പിന്തുണയോടെയാണ് ഞെളിയൻപറമ്പിൽ ഇപ്പോൾ മാലിന്യ നിക്ഷേപം നടക്കുന്നത്. ജനവികാരം മാനിക്കാൻ സർക്കാർ തയ്യാറാകാത്ത പക്ഷം കൂടുതൽ ശക്തമായ പ്രക്ഷോഭങ്ങൾ ഞെളിയൻപറമ്പിൽ ആവർത്തിക്കപ്പെടാനുള്ള സാധ്യതയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. സത്യത്തിൽ ഇതിവിടെ ഒരു ഭരണകൂടത്തിന്റെ ഭീകരതയാണ് ഇവിടെ നടക്കുന്നത്. ജനങ്ങൾക്ക് ഇവിടെ താമസിക്കണം, നല്ല ശുദ്ധവായു ശുദ്ധജലവും കിട്ടണം. എന്തുകൊണ്ട് ഹിറ്റ്ലറേക്കാൾ ഒരു മനോഭാവം മേയർ, കാരണം മേയറാണ് ഇതിൽ 1ാം പ്രതി എന്നുള്ളതാണ് സമരമുന്നണിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത്. ശുദ്ധവായു ശ്വസിച്ച് നല്ല വെള്ളം കുടിച്ച് സ്വസ്ഥമായി ജീവിക്കാനുള്ള അവകാശത്തെ ആർക്കാണ് നിഷേധിക്കാനാവുക?
എല്ലാ കാലത്തും നഗരമാലിന്യങ്ങൾ ഏറ്റുവാങ്ങി വീർപ്പും മുട്ടി മരിക്കാൻ ഇവർ നിന്നു തരുമെന്ന് ആരും കരുതരുത്. സമരം തുടരുകയാണ്.